വെൽക്കം ടു ശ്രീമാത്. SSLC കുട്ടികളെല്ലാവരും SSLC എക്സാമിന് മെയിൻ എക്സാമിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ക്ലാസ് അവർക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ സെക്കൻഡ് പാർട്ട്, അതായത് സമാന്തര ശ്രേണിയിലെ ആദ്യ പദം 30 ആണെന്ന് തന്നിട്ടുണ്ട്. ആദ്യ പദം 30, പിന്നെ 3 പദങ്ങളുടെ തുക, ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ആദ്യത്തെ 3 പദങ്ങൾ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. ഇൻ ആൻ AP the first term is 30 and the sum of first 3 terms is 300. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 പദം കാണാൻ, ഇപ്പൊ SN കാണാൻ 2 ഫോർമുല ഉണ്ട്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് കിട്ടും. ഇവിടെ SN = n/2 × 2a + n - 1 × d. ആ ഫോർമുലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എത്ര പദങ്ങള്? n എന്ന് പറയുന്ന 3, ആദ്യത്തെ 3 പദങ്ങളുടെ തുകയാണ് നിൽക്കുന്നത്. ഇപ്പൊ n 3. ഫസ്റ്റ് ടേം A തന്നിട്ടുണ്ട് 30. ആദ്യത്തെ 3 പദങ്ങളുടെ തുക 300 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഫോർമുലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n/2 × 2a + n - 1 × d എന്ന് പറയുന്നത് S300 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഓരോ ടേമിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n-ന് വരും 3 കൊടുക്കുക. 3/2 × 2a 2 × 30 തന്നിട്ടുണ്ട്. പ്ലസ് n - 1, n 3 ആണ്. 3 - 1 × d = 300. SN 300 ആണ് തന്നിട്ടുണ്ട്. ഇവിടെ ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 2 × 30 + 2d = 300 × 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വരും. അപ്പൊ 3 × 2 × 30 എത്ര? 60 + 2d = 600. ഇനി 3 ബ്രാക്കറ്റിനകത്തോട്ട് കയറ്റി ഇൻറ്റു ചെയ്യാം. 3 × 60 + 3 × 2d = 600. That is 180 + 6d = 600. 6d = ഈ 180 റൈറ്റ് സൈഡിൽ വരുമ്പോൾ -180 ആകും. That is 6d = 420. 6d = 420 ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് d കണ്ടുപിടിക്കാം. പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. 420 / 6 = 70. എയും ഉണ്ട് ഡിയും ഉണ്ടെങ്കിൽ എത്ര ടേം വേണേലും നമുക്ക് എഴുതാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 30, പിന്നെ A2 കാണാൻ അതിന്റെ കൂടെ വീണ്ടും 70 ആഡ് ചെയ്യുക. 30 + 70 100. വീണ്ടും അടുത്ത ടേം കാണാൻ ഇതിന്റെ കൂടെ വീണ്ടും 70 ആഡ് ചെയ്യുക. 30, 100, 170. The first 3 terms of AP are 30, 100 and 170. എത്ര പദങ്ങളുടെ നമ്പർ ഓഫ് ടേംസ്, എത്ര പദങ്ങളാണ്? n 3 ആണെന്ന് തന്നിട്ടുണ്ട്. ആദ്യത്തെ 3 പദങ്ങളുടെ തുക, സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് 300 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് എഴുതുക. ഇവിടെ SN കാണാൻ ഒരു ഫോർമുല ഉണ്ട്. സം ഓഫ് n ടേംസ് ഓഫ് AP, ആദ്യത്തെ n പദങ്ങളുടെ തുക, സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക SN = n/2 × 2a + n - 1 × d. അത് 300 ആണെന്ന് തന്നിട്ടുണ്ട്. Given that SN is 300. We have n = 3, a = 30 and s = 300. Substitute that values. n/2, that is n = 3. 3/2 × 2a, 2 × a 30 plus n is 3. 3 - 1 × d, that is 300 = 300. Given that 3 × 60 180 plus 6d = 600. That is 6d = 600 minus 180. This 180 becomes minus to the left side of the equal sign. That is 6d = 420. That is d = 420 / 6, 70. We know first term and we find out common difference. പൊതുവ്യത്യാസം കണ്ടുപിടിച്ചു, d കണ്ടുപിടിച്ചു, ഫസ്റ്റ് ടേമും ഉണ്ട്. അപ്പൊ പിന്നെ നമുക്ക് എത്ര ടേം വേണമെങ്കിലും എഴുതാം. We can write so many terms of that AP. We have asked to write first 3 terms of AP. That is, first term is 30. Then add common difference. 30 + 70 100. Then again add common difference to get the third term 170. Therefore, the first 3 terms of AP are 30, 100 and 170. Then 1, 6, 11 etc. Find the sum of first 25 terms of this AP. A is first term is 1. D is common difference, second term minus first term, 6 - 1 5. N number of terms, given that 25. ആദ്യത്തെ 25 പദങ്ങളുടെ, സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക
അതായത് നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ഇവിടെ n25 ആണ്, d സെക്കൻഡ് ടൈം എന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്തു, എയും ഉണ്ട്. ഇനി 25th ടൈം നമുക്ക് കണ്ടുപിടിക്കാം. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ 25th ടൈം. A25 n equal to a plus n minus 1 into d. A25 equal to a plus 25 minus 1 into d. N is 25. Then a plus 24d. We have to substitute the first a1 plus 24 into d. A is 1 plus 24 into d. 5. 1 plus 120. That is equal to 121. And 25th term is 121. And first term is 1. Then substitute this. 25 by 2 into first term plus 25th term is 121 equal to 25 by 2 into 122. Then we have to write the half of 2 cut. 61. 61 into 25. ആയിരത്തി 525 കിട്ടും. 1525. Find the difference between first 20 terms and next 20 terms of the AP 6, 10, 24, etc. 6, 10, 24, etc. എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയും തൊട്ടടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം n²d. n²d ആണ് ഫോർമുല. അതായത് n ഇവിടെ 20 ആണ്, d ഇവിടെ കണ്ടുപിടിക്കാൻ പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ്. 10 minus 6, second day minus first day, it is 4. It is n²d. 20 square, n is 20 into d, 4. 20 square, 400 into 4, 1600. n²d. n ഇവിടെ പദങ്ങളുടെ എണ്ണം 20. 20 square into d, പൊതു വ്യത്യാസം, കോമൺ ഡിഫറൻസ്, സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, into 4. 20 square into 4, 400 into 4, 1600. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം വീഡിയോസ് ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. SSLC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഇത് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.